ഹരിയാനയിലാണ് ഈ സംഭവം നടക്കുന്നത്. വിക്രം സിംഗ്, ദീപിക എന്നീ രണ്ട് ദമ്പതികൾ ഇവർ 8ാം നിലയിലുള്ള ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. 4 വയസ്സുള്ള ഒരു മകളുമുണ്ട്, 6 മാസം പ്രായമുള്ള ഒരു മകനുമുണ്ട് ഇവർക്ക്. വടക്കേ ഇന്ത്യയിലെ ഒരു വ്രതമുണ്ട്. ഭർത്താവിന്റെ ദീർഘായുസിന് വേണ്ടി ഭാര്യമാരാണ് ആ വ്രതം എടുക്കുന്നത്. അന്ന് ഒക്ടോബർ 27, 2018 ദീപിക ഈ വ്രതം എടുക്കുകയാണ്. അന്ന് രാത്രി വിക്രത്തിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഇവരുടെ ഫ്ലാറ്റിൽ വരികയും അവർ അതിനുശേഷം തിരിച്ചു പോവുകയും ചെയ്യുന്നു. വിക്രമും ഭാര്യയും മക്കളും എല്ലാം ആഹാരമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. മക്കൾക്കൊപ്പമാണ് വിക്രം ഉറങ്ങിയിരുന്നത്. പെട്ടെന്നൊരു വലിയ ശബ്ദം കേൾക്കുകയാണ്, ഒരു അലറൽ. അത് മാത്രമല്ല, താഴേക്ക് എന്തോ വീഴുന്ന ശബ്ദവും കേൾക്കുന്നു. ഉടനെ തന്നെ തന്റെ ഭാര്യയെ വിളിച്ചു. ഭാര്യ വിളി കേൾക്കുന്നില്ല. ബാത്റൂമിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നോക്കിയെങ്കിലും അവിടെ ഒന്നും കാണുന്നില്ല. ഉടനെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വിക്രം എത്തുകയാണ്. അപ്പോൾ കാണുന്നത് താഴേക്ക് വീണ് കിടക്കുന്നത് അയാളുടെ ഭാര്യ തന്നെയായിരുന്നു. പിന്നീട് ആംബുലൻസ് എത്തി, പോലീസ് എത്തിയിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് 2 പേരുണ്ടായിരുന്നു, ദൃക്സാക്ഷികൾ. പക്ഷെ അവർ പോലീസിനോട് ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അവർ ഒന്നും മിണ്ടാതിരുന്നത്? ഇത് ആത്മഹത്യയോ കൊലപാതകമോ? എന്തായാലും നമുക്ക് ആ കഥയിലേക്ക് ഒന്ന് പോകാം. ഇങ്ങനത്തെ ത്രില്ലിംഗ്. പോലീസുകാർ അവിടെ എത്തുകയും അവിടെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നവരെയൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പിന്നീട് ഭർത്താവിനെയും ചോദ്യം ചെയ്തു. അയാൾ അവിടെ നടന്നതൊക്കെ പോലീസിനോട് പറഞ്ഞു. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം കണ്ടിരുന്ന ആ 2 പേർ ഒന്നും പറയുന്നില്ല. അവിടെ നിന്നും 2 ദിവസം കഴിഞ്ഞ്, അതായത് 2018 ഒക്ടോബർ 29 പോലീസിനൊരു കംപ്ലൈന്റ് കിട്ടുകയാണ്. ദീപികയുടെ മാതാപിതാക്കളാണ് കംപ്ലൈന്റ് കൊടുത്തത്. തങ്ങളുടെ മകളുടെ മരണം ആത്മഹത്യ അല്ലെന്നും കൊലപാതകമാണെന്നും ഭർത്താവായ വിക്രമിനെയാണ് തങ്ങൾക്ക് സംശയമെന്നും പറഞ്ഞായിരുന്നു അവർ പരാതി കൊടുത്തത്. പോലീസ് ഈ പരാതി പ്രകാരം വിക്രമിനെ ചോദ്യം ചെയ്യുന്നു. വിക്രം പഴയ കഥ തന്നെ ആവർത്തിച്ചു പറയുകയാണ്. അപ്പോഴാണ് പോലീസ് വിക്രത്തിന്റെ കയ്യിൽ ഒരു മുറിവ് കാണുന്നത്. നഖം കൊണ്ടുള്ള ഒരു മുറിവാണ് കണ്ടത്. ഫോറൻസിക് പരിശോധനയിലും ഇത് നഖം കൊണ്ടുള്ള ഒരു മുറിവാണെന്ന് കണ്ടെത്തി. പോലീസ് ഇയാളുടെ മൊബൈലൊക്കെ പരിശോധിച്ചു. പലതവണ ചോദ്യം ചെയ്തിട്ടും വിക്രം ആദ്യം പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നത്. അയാൾ വന്ന ഉടനെ പോലീസിനോട് പറയുകയാണ്, ഞാൻ ദീപിക മരിക്കുന്നത് നേരിട്ട് കണ്ട ആളാണ്. പോലീസുകാർ ശരിക്കും ഞെട്ടിപ്പോയി. നിങ്ങളിത് നേരത്തെ പറയാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ്, ആദ്യം പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പോലീസ് വീട്ടിൽ വന്ന് ചോദ്യം ചെയ്യുമോ, എന്തെങ്കിലും എനിക്ക് സംഭവിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് പറയാതിരുന്നതെന്ന്. പോലീസുകാർ അവിടെ എന്താണ് കണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയുകയാണ്, ബാൽക്കണിയിൽ നിന്നും വിക്രമും ദീപികയും വഴക്കിടുകയും പിന്നീട് വിക്രം ദീപികയെ താഴേക്ക് ഇടുന്നതുമാണ് കണ്ടതെന്ന്. ഇതോടെ പോലീസ് വിക്രത്തിനെ അറസ്റ്റ് ചെയ്തു. പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ തെളിവുകളും ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് ഫോറൻസിക് പരിശോധനയിൽ കീർത്തിയുടെ നഖത്തിന്റെ മുറിവാണ് വിക്രത്തിന്റെ കയ്യിലുള്ളതെന്നുള്ളതിന് ഒരു ചെറിയ ചാൻസ് ഉണ്ട്. രണ്ടാമത് ദൃക്സാക്ഷി. മൂന്നാമത് മൊബൈൽ പരിശോധിച്ചപ്പോൾ, അതിലെ ഒരു മെസ്സേജ് വിക്രം ദീപിക മരിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് അയച്ചതായിരുന്നു. അതിങ്ങനെയാണ്, ഞാനും വൈഫും കുറച്ച് പ്രശ്നമുണ്ടായി, അവൾ കരയുന്നുണ്ട്, അതൊക്കെ എനിക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ട് എന്ന്. അപ്പോ ആ മെസ്സേജിന് വന്ന റിപ്ലൈ എന്തെന്നാൽ, അവളെ ബാൽക്കണിയിൽ നിന്നും തള്ളിയിട്ട് കൊന്നേക്ക് എന്നായിരുന്നു. പിന്നീട് പോലീസ് വിക്രത്തിനെ ഈ തെളിവുകളൊക്കെ വെച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തു വന്നത്. ശരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ അരങ്ങേറുന്നത് 2015-ലാണ്. വിക്രത്തിന് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നല്ലൊരു ജോലിയുണ്ട്. ദീപികയ്ക്കാണെങ്കിൽ ബാങ്കിലും ജോലിയുണ്ട്. സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന കുടുംബം. അപ്പോഴാണ് ഇവർക്കൊരു വീട് വാങ്ങാൻ ആഗ്രഹം തോന്നുന്നത്. 2017 ഒരു പരസ്യം കാണുകയാണ്. ഷെഫാലി എന്നൊരു യുവതിയാണ് പരസ്യമിട്ടിട്ടുള്ളത്. അവർക്ക് ആ അപ്പാർട്ട്മെന്റിൽ 2 ഫ്ലാറ്റ് ഉണ്ട്. ഒന്ന് 3ാമത്തെ നിലയിലും ഒന്ന് 8ാമത്തെ നിലയിലും. 8ാമത്തെ നിലയിലെ ഫ്ലാറ്റ് വിൽക്കാനുള്ള പരസ്യമാണ് ഷെഫാലി ഇട്ടത്. വിക്രം ഇത് കാണുകയും ഷെഫാലിയുമായി സംസാരിച്ച് ഈ ഫ്ലാറ്റ് വാങ്ങുകയും ചെയ്യുന്നു. ഷെഫാലിയെ കുറിച്ച് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. 2014 കല്യാണം കഴിഞ്ഞു, പക്ഷേ കുട്ടികളില്ല. ഷെഫാലിയെ വീണ്ടും വിക്രം കാണാനിടയാവുകയാണ്. അങ്ങനെ പരിചയം പുതുക്കി. പിന്നെ ഫോൺ കോൾസ് ഒക്കെ ആയി. അത് പിന്നെ ചാറ്റിങ്ങിലോട്ടൊക്കെ പോയി. മെല്ലെ ഇവർക്കിടയിൽ ഒരു പ്രേമബന്ധം ഉണ്ടാവുകയാണ്. ആദ്യമൊക്കെ ദീപികയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ പിന്നെ ചെറിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി. ദീപിക ഇയാളെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ഇയാള് പുലർച്ചെ വാക്കിങ്ങിനെന്ന് പറഞ്ഞൊക്കെ പോകും.
ഒരു ദിവസം ദീപിക പിന്നാലെ പോയി. അപ്പോ കാണുന്നത് ഷെഫാലിയുമായി അടുത്തിടപഴകുന്ന ഭർത്താവിനെയാണ്. ദീപിക വലിയ പ്രശ്നങ്ങള് രണ്ടുപേരോടും ഉണ്ടാക്കി. പ്രശ്നങ്ങൾ വലുതായപ്പോ ഇയാൾ പറഞ്ഞു ഇനി ഷെഫാലിയുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദീപികയെ സമാധാനിപ്പിക്കുകയാണ്. ഇതിനിടയിൽ ദീപിക 6 മാസം ഗർഭിണിയുമാവണം. വിക്രം ഷെഫാലിയുമായിട്ടുള്ള ബന്ധം അതോടെ കുറച്ചു കൊണ്ടുവന്നു. പക്ഷെ ഷെഫാലി ഇയാളെ വിടാൻ തയ്യാറായില്ല. ദീപിക 7-ാം മാസം പ്രസവത്തിന് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം ഷെഫാലിയും വിക്രവും കൂടുതൽ അടുക്കുകയാണ്. ലഡാക്കില് ടൂറൊക്കെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഷെഫാലി ഗർഭിണിയാവുന്നു. അതോടെ ഷെഫാലി തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധം ചെലുത്താൻ തുടങ്ങി. പക്ഷെ ഇയാൾക്ക് അത് പൂർണ്ണ സമ്മതമായിരുന്നു. കാരണം ഇയാൾക്ക് ഷെഫാലിയാണ് കൂടുതൽ ഇഷ്ടം. ദീപികയോട് ഇയാള് ഡിവോഴ്സ് ആവശ്യപ്പെടുകയാണ്. ദീപിക ഇതിന് തയ്യാറായില്ല. മാത്രവുമല്ല ദീപിക എല്ലാ കാര്യങ്ങളും തന്റെ കുടുംബക്കാരോടും വിക്രത്തിന്റെ കുടുംബക്കാരോടും പറയുകയും ചെയ്തു. ഷെഫാലിയും അവരുടെ ഭർത്താവിനോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടു. ഓരോ കാരണങ്ങളൊക്കെ നിരത്തി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അയാൾ അവൾക്ക് ഡിവോഴ്സ് കൊടുത്തു. പിന്നീടുള്ള ഇവരുടെ ലക്ഷ്യം ദീപികയെ ഒഴിവാക്കുകയായിരുന്നു. അങ്ങനെ അവർ ദീപികയെ കൊല്ലാൻ തീരുമാനിക്കുന്നു. മെസ്സേജ് വഴിയാണ് ഇവർ പ്ലാനിങ് എല്ലാം നടത്തിയിരുന്നത്. വിക്രം ദീപികയെ പറഞ്ഞ് ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ചൊക്കെ എടുത്ത് കൂടെ കൂട്ടുകയാണ്. അങ്ങനെ പ്ലാൻ പ്രകാരം വിക്രമും ദീപികയും 10 ദിവസത്തെ ട്രിപ്പിന് പോവുകയാണ്. ഒക്ടോബർ 24, 2018 ആ ട്രിപ്പിന് ഇവര് പോവുകയാണ്. വളരെ സ്നേഹത്തോടെയാണ് വിക്രം ദീപികയെ കൂടെ കൂട്ടുന്നത്. ആ ട്രിപ്പിനിടയിൽ മലമുകളിൽ നിന്നും തള്ളിയിട്ട് കൊല്ലാനായിരുന്നു പ്ലാൻ. മലമുകളിലേക്ക് വിക്രം വിളിക്കുമ്പോൾ ദീപിക ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ഇതോടെ വിക്രത്തിന് ദേഷ്യവും കൂടി. അവസാനം ട്രിപ്പ് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. വീട്ടിൽ വന്ന ശേഷം അന്ന് രാത്രി ഇവർ ഡിവോഴ്സിനെ ചൊല്ലി വഴക്കിടുകയാണ്. അപ്പോഴാണ് വിക്രത്തിന്റെ മാതാപിതാക്കൾ വീട്ടിൽ വരുന്നത്. അവർ പോയതിനു ശേഷം വിക്രം ഷെഫാലിക്ക് മെസ്സേജ് അയക്കുകയാണ് ഇവരുടെ വഴക്ക് സഹിക്കാനാവുന്നില്ല എന്ന്. അപ്പോൾ ഷെഫാലിയാണ് ഉപദേശിക്കുന്നത് ബാൽക്കണിയിൽ നിന്നും താഴേക്കിടാൻ. 37-ന് ഇയാൾ 8-ാമത്തെ നിലയിൽ നിന്നും സ്വന്തം ഭാര്യയെ താഴേക്കിട്ട് കൊല്ലുകയാണ്. അങ്ങനെയാണ് നമ്മൾ ആദ്യ ഇൻട്രോയിൽ പറഞ്ഞതുപോലത്തെ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. 2018 നവംബർ 18-ന് ഷെഫാലിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇയാൾ തള്ളിയിടുന്ന സമയത്ത് ദീപിക ഇയാളുടെ കയ്യിൽ പിടിക്കുമ്പോഴാണ് ആ ഒരു മുറിപ്പാട് ഉണ്ടാകുന്നത്. സങ്കടകരമായ ഒരു കാര്യം എന്തെന്നാൽ ആ സമയത്ത് ദീപിക ഇയാളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് എന്റെ 2 മക്കളെയും ഒരുപാട് ഇഷ്ടമാണ്, അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം, അതുകൊണ്ട് എന്നെ കൊല്ലരുത്. എന്നാൽ ആ മനുഷ്യമൃഗം ഒന്നും കേട്ടില്ല. ഇതിന്റെ വിധിയൊന്നും ഇതുവരെയും വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മറ്റൊരു കഥയുമായി ഞാൻ ഇനി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.